ശ്രീ ആർഷോ, പി എം ആർഷോ, അതായത് കണ്ണിൽ പൊടിയിടാനുള്ള ചില തന്ത്രങ്ങൾ മാത്രമാണ്. കാരണം ഒരു ഉദാഹരണം, നാളെ ഒരു KPCCയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റിയുടെ ഒരു യോഗത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിക്കുന്നെന്നിരിക്കട്ടെ. അങ്ങനെ വിളിച്ചാൽ രാഹുൽ മാങ്കൂട്ടം അവിടെ എത്തിയാൽ ഇവർക്ക് ആ മണ്ഡലം പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കാനാകുമോ? ആ മണ്ഡലം പ്രസിഡന്റ് പറയുകയാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കൊരു റിലീസും അത്തരത്തിൽ കിട്ടിയിട്ടില്ല എന്ന് പറയുകയാണ്. ഇവർക്ക് എങ്ങനെ നടപടിയെടുക്കാനാകും? കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനവും രാജിവെച്ചോ, എന്നാൽ മാത്രമല്ലേ ഈ ഇത്തരം പുറത്താക്കൽ നിലനിൽക്കൂ. കോൺഗ്രസിൻ്റെ ഭരണഘടന സംബന്ധിച്ച് അത് ചെയ്തിട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കണ്ണിൽ പൊടിയിടൽ എന്ന് ഗോവിന്ദ മാഷ് പറഞ്ഞത് ശരിവെക്കുകയാണ്. ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തെ വളഞ്ഞു പിടിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ദുൽക്കിഫിൽ പോലും ശ്രമിക്കുന്നത്. ശ്രീ പി എം ആർഷോ. അതിനകത്ത് കണ്ണിൽ പൊടിയിടൽ മാത്രമല്ല, ഇതിൽ ഏറ്റവും വലിയ, കേരളം എന്നോളം കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള വലിയ ബ്ലാക്ക് മെയിലിംഗ് കോൺഗ്രസിൻ്റെ അകത്തളങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുതയെ സംബന്ധിച്ച് അറിയാത്ത ആളുകളാണോ ഇതിന് ചുറ്റുമുള്ള ആളുകൾ? അപ്പോൾ ഞാൻ ദുൽക്കിഫലിനോട് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. 9447 എന്ന മൊബൈൽ നമ്പർ ആരുടേതാണ് എന്ന് ദുൽക്കിഫലിന് അറിയോ? യൂത്ത് കോൺഗ്രസിന്റെ നേതാവല്ലേ, അദ്ദേഹത്തിന് അറിയോ ഈ ഞാൻ ഉദ്ധരിച്ച നമ്പർ ആരുടേതാണെന്ന്? പറയൂ ദുൽക്കിഫിൽ. ദുൽക്കിഫിലെ നമ്പർ അറിയോ? 9447 ആ അല്ലേ, ഇത് ദുൽക്കിഫിൽ മനസ്സിലാക്കണ്ടേ? നമ്മൾ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ ഈ വിഷയം ഗൗരവത്തോടു കൂടി സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പൊടുന്നനെ പ്രത്യക്ഷപ്പെട്ടൊരു വാർത്തയുണ്ട്. ഫ്ലാഷ് ന്യൂസുകളായിട്ടാണ് ഒരു വൈകുന്നേരം കേരളത്തിലെ മാധ്യമങ്ങൾ ആ വാർത്ത പുറത്തേക്ക് വിട്ടത്. ആ വാർത്ത മറ്റൊന്നും ആയിരുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് വലിയൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ അതിനെതിരെ ധീരമായി നിലപാടെടുത്തുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി പ്രതിപക്ഷ നേതാവ് എന്നുള്ളതായിരുന്നു വാർത്ത. ആ വാർത്ത കേരളത്തിലെ ഒട്ടുമിക്ക മാധ്യമങ്ങൾക്കകത്തും വലിയ തോതിൽ വന്നു. കേരളത്തിലെ പല മാധ്യമ സ്ഥാപനങ്ങളുടെയും ഓഫീസിലേക്ക് വിളിച്ച് ഈ നിലയ്ക്ക് വാർത്ത കൊടുക്കണമെന്ന് പറഞ്ഞ ആളുകൾ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ആകെ പ്രശ്നത്തിലായി, പിടിച്ചു നിൽക്കാൻ മറ്റും മാർഗമില്ല. ഈ വിഷയത്തിനിടയിൽ, ഈ പ്രതിസന്ധിക്കിടയിൽ എങ്ങനെയും സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാം എന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ തുടർച്ചയിൽ ഒരു വൈകുന്നേരം മുതൽ പിറ്റേന്ന് ഉച്ച വരെ വളരെ സജീവമായിട്ട് പ്രതിപക്ഷ നേതാവിൻ്റെ സമ്മർദ്ദം, പ്രതിപക്ഷ നേതാവ് ശരിപ്പെടുത്തിക്കളയും, രാജിത ഇപ്പോൾ വരും എന്ന നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത ചർച്ച ചെയ്ത് മുന്നോട്ട് പോയതിൻ്റെ അനുഭവം ഈ ദിവസങ്ങളിൽ നമ്മുടെ മുൻപിലുണ്ട്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ നിലയ്ക്കുള്ള വാർത്തകൾ വന്ന് തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഈ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട ഷാപ്പറമ്പിൽ മാങ്കൂട്ടം സംഘം പണം കൊടുത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്പർ ഉൾപ്പെട്ട ഒരു കോൾ റെക്കോർഡിൻ്റെ സ്ക്രീൻഷോട്ട് സമൂഹ മാധ്യമങ്ങൾക്കകത്ത് പ്രത്യക്ഷപ്പെടുകയാണ്. അത് ഈ ഘട്ടത്തിലും ആ നിലയിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്. അതിനകത്ത് ഉണ്ടായിരുന്നതാണ്, ആ സ്ക്രീൻഷോട്ടിനകത്ത് 9:23 നീണ്ടു നിൽക്കുന്ന ഒരു കോൾ റെക്കോർഡായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച നമ്പറിൽ നിന്നുള്ള കോൾ റെക്കോർഡിൻ്റെ സ്ക്രീൻഷോട്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയാൽ, അദ്ദേഹത്തെ രാജിവെപ്പിച്ചാൽ ഈ പറയുന്ന സ്ക്രീൻഷോട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള 9:23 ദൈർഘ്യമുള്ള കോൾ റെക്കോർഡ് പുറത്തേക്ക് വിടും. കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് രാജിവെച്ച് പുറത്തേക്ക് പോകേണ്ടതായി വരും എന്നുള്ളതായിരുന്നു ഭീഷണി. വിദേശ രാജ്യത്തുള്ള, ഗൾഫ് രാജ്യത്തുള്ള ഒരാളുമായി ഈ നമ്പറിൻ്റെ ഉടമ നടത്തിയ കോൾ റെക്കോർഡാണ്, സംഭാഷണമാണ് എന്ന നിലയിലേക്കായിരുന്നു ഈ റെക്കോർഡ് പുറപ്പെട്ടത്. നിങ്ങൾ ആ നമ്പർ വേണമെങ്കിൽ ട്രൂ കോളറിലെടുത്ത് പരിശോധിച്ചോ. ആ നമ്പർ മറ്റാരുടേതുമായിരുന്നില്ല, കേരളത്തിലെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ നമ്പറായിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും ആ പോസ്റ്റ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല. തൊട്ടടുത്ത ദിവസം എത്തുമ്പോഴേക്കും തലേ ദിവസം ഇതാ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് പറഞ്ഞ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് യൂട്ടേൺ അടിച്ച കാഴ്ച നമ്മൾ കണ്ടു. അദ്ദേഹം യൂട്ടേൺ അടിച്ച് രാജി വേണ്ട എന്ന നിലയിലേക്ക് എത്തിയതിൻ്റെ അനുഭവം നമ്മൾ കണ്ടു. ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അദ്ദേഹം ഇമ്മീഡിയറ്റായി ഈ പ്രതിസന്ധിയുടെ നടുവിൽ വിദേശത്തേക്ക് പോയതായിട്ടുള്ള വാർത്തകളും വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് അദ്ദേഹം പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമാക്കുന്നതിന് വേണ്ടി UDFിൻ്റെ പ്രതിനിധിക്ക് കഴിയും.
ഇനി നേരത്തെ പറഞ്ഞ കോൾ റെക്കോർഡുമായി ബന്ധപ്പെട്ടുള്ള വിഷയം സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയാണോ ഇദ്ദേഹം വിദേശത്തേക്ക് ഇമ്മീഡിയറ്റ് ആയി 3 ദിവസം പോയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വിശദമാക്കുന്നതിന് വേണ്ടി? അല്ല പറയട്ടെ, അല്ല നിങ്ങളോട് ചോദിച്ച സമയത്ത് പറയാൻ ഉത്തരം ഉണ്ടായിരുന്നല്ലോ. ഇനി ഞാൻ പറയട്ടെ, നിങ്ങൾ അവിടെ നിൽക്ക്, നിങ്ങളുടെ അവസരത്തിൽ പറയണം സാർ, നിങ്ങളുടെ അവസരത്തിൽ പറയണം സാർ, നിങ്ങളുടെ അവസരത്തിൽ പറ, നിങ്ങളുടെ അവസരത്തിൽ പറ, നിങ്ങളുടെ അവസരത്തിൽ പറയോ? പറയാം. എന്റെ അവസരത്തിൽ കയറി സംസാരിക്കാൻ നിങ്ങളാരാ? നിങ്ങളെ പറയണം, നിങ്ങളുടെ അവസരത്തിൽ പറയണം. ഞാൻ KPCC ആഫീസിലല്ല വന്നിരിക്കുന്നത്. മര്യാദകളല്ലേ ഇതൊക്കെ? യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങേക്കാരും നിങ്ങൾ ഒന്നുകിൽ ഇയാളുടെ മൈക്ക് കത്തിക്കണം, അല്ല ദുൽഖിഫിൽ അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള അവസരത്തിൽ നിങ്ങൾക്കുള്ള അവസരത്തിൽ സംസാരിക്കണം മിസ്റ്റർ. ഇങ്ങനെ ഒന്നും നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കണം മിസ്റ്റർ. നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കണം മിസ്റ്റർ. നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കണം മിസ്റ്റർ. നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കണം മിസ്റ്റർ. നിങ്ങൾക്ക് നിങ്ങളുടെ അവസരത്തിൽ സംസാരിക്കണം. നിങ്ങളുടെ അവസരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്ന ഘട്ടത്തിൽ ഞാൻ കയറി ഇടപെട്ടില്ല. നിങ്ങൾ എന്തിനെങ്ങനെ പ്രകോപിതനാകുന്നത്? നിങ്ങൾ എന്തിനെങ്ങനെ പ്രകോപിതനാകുന്നത്? നിങ്ങൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട് നിങ്ങൾ വ്യക്തിപരമായ എന്റെ പേരടക്കം പറഞ്ഞാൽ ഞാൻ അതിന്റെ ഇടയിൽ കയറാൻ വേണ്ടി വന്നോ? ഇല്ല. നിങ്ങൾ എന്തിനാ ഞാൻ എന്തെങ്കിലും പറയുമ്പോഴേക്കും നിങ്ങൾ പ്രകോപിതനാകുന്നതിന്റെ കാര്യം എന്താ? നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ, നിങ്ങളെ ഭയപ്പെടുത്ത ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്രമേൽ പ്രകോപിതനാകുന്നത്? നിങ്ങളിങ്ങനെ പ്രകോപിതനാകുന്നത് നിങ്ങളുടെ സന്ദർഭത്തിൽ സംസാരിക്കുന്ന നിങ്ങൾക്ക് അല്ല, നിങ്ങൾ നിങ്ങളുടെ അവസരത്തിൽ ചർച്ചകൾ നടത്തുന്നത് പോലും അസ്വസ്ഥനാണ് ദുൽഖിഫിൽ ഷെയ്മെന്ന് എനിക്ക് പറയേണ്ടി വരും.